السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. صدق الله العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിലും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതക്രമവും അനുധാവനം ചെയ്ത് ജീവിതത്തെ അർത്ഥപൂർണമാക്കുവാൻ, തഖ്വയിൽ അധിഷ്ഠിതമാക്കി തീർക്കുവാൻ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് എന്നോടെന്ന പോലെ ഓർമ്മിപ്പിക്കുകയാണ്. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലതു മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന, ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും നമ്മെ പിരിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ ഭാര്യ, മക്കൾ, ഭർത്താക്കന്മാർ, ഇണകൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതന്മാർ, സഹപ്രവർത്തകർ, നമ്മുടെ സഹായികൾ, ലോക മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, എല്ലാവർക്കും അല്ലാഹു വിശാലമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകമോചനം നൽകി സ്വർഗീയമായ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, പരിശുദ്ധ റമദാൻ അതിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച ജുമുഅ ദിനത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ തമ്മിൽ ചിലരുടെയെങ്കിലും അവസാനത്തെ ജുമുഅ ആവാനാണ് സാധ്യത. നമ്മുടെ അവസാനത്തെ ജുമുഅ എന്നെന്ന് നമുക്കാർക്കും പറയാൻ സാധിക്കുകയില്ല. ഇനിയൊരു റമദാൻ നമ്മളിലേക്ക് വരുമോ, അന്ന് നമ്മൾ ജീവിച്ചിരിക്കുമോ, ആ റമദാനിൽ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരമുണ്ടാകുമോ, അല്ലാഹു അഅലം, നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വീണ്ടും പരിശുദ്ധ റമദാനെ വരവേൽക്കാനും വേണ്ടുവോളം റമദാനിൽ ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് പിന്നീട് വിലപിക്കുന്നത് ബുദ്ധിശൂന്യമാണ്. അവസരങ്ങൾ നഷ്ടപ്പെടുത്തി പിന്നീട് കർമ്മം ചെയ്യാൻ കഴിയാതെ പോകുന്ന അവസ്ഥ അതൊരു മുഅ്മിനിന് ചേർന്നതല്ല. സമയത്തിനൊപ്പം ജീവിക്കുക, സമയത്ത് വേണ്ടത് ചെയ്യുക എന്നിടത്താണ് നമ്മൾ നിൽക്കേണ്ടത്. നന്മകൾ വെച്ച് താമസിപ്പിക്കുക എന്നത് ഗുരുതരമായ അപരാധമാണ്. പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ചരിത്ര സംഭവമുണ്ട്. തബൂക്ക് യുദ്ധം
കടുത്ത വേനൽ, അന്തരീക്ഷം തിളച്ചുമറിയുന്ന വേനൽ ചൂട്, ഈന്തപ്പനകൾ അതിലെ പഴങ്ങൾ കുലകുത്തി പാകമായി നിൽക്കുന്ന സന്ദർഭം. മദീനയിലെ കർഷകരായ സഹാബികളെ സംബന്ധിച്ചിടത്തോളം എന്തെന്നില്ലാത്ത വാർഷികമായ കാർഷിക വിളവെടുപ്പിന്റെ ആനന്ദം നൽകുന്ന സന്ദർഭം. ഈ സമയത്താണ് തബൂക്കിലേക്ക് യുദ്ധത്തിന് പോകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്യുന്നത്. മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് 700 കിലോമീറ്റർ ദൂരമുണ്ട്. 7-8 ദിവസം ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും യാത്ര ചെയ്താലേ അവിടെ എത്തുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, തബൂക്കിലേക്ക് ശത്രുക്കളോട് യുദ്ധത്തിന് പുറപ്പെടണം. യുദ്ധത്തിനുള്ള ആഹ്വാനം മുഴങ്ങിക്കഴിഞ്ഞപ്പോ സഹാബാക്കൾക്ക് ജീവിതപരമായ പലതരത്തിലുള്ള പ്രതിസന്ധികളും തടസ്സങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം വകഞ്ഞു മാറ്റി അവർ അതിനെ അതിജീവിച്ച് തരണം ചെയ്ത് യുദ്ധത്തിന് അവരുടെ വാഹനപ്പുറത്തേറി യാത്ര തുടർന്നു. സംഘങ്ങളായി അവർ പോരാട്ടത്തിന് പുറപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ അക്കൂട്ടത്തിൽ 3 സഹാബികൾ, ഹിലാൽ ബിൻ ഉമയ്യ, മുറാറത്ത് ബിൻ റബീഅ, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹും, 3 സഹാബികൾ. അവരാരും കപടന്മാരല്ല, യഥാർത്ഥ മുഅ്മിനീങ്ങളാണ്. പക്ഷെ ആ സഹാബികൾ ആലോചിച്ചു, നമ്മുടെ ഈന്തപ്പന മരങ്ങളൊക്കെ കുലകുത്തി പാകമായി നിൽക്കുകയാണ്, കടുത്ത വേനലാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വാഹനം ഒട്ടകമൊക്കെ റെഡിയാണ്, ഏത് സമയം വേണമെങ്കിലും നമുക്ക് പുറപ്പെടാം, യുദ്ധത്തിന് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അക്ഷരം പ്രതി പാലിക്കാൻ സന്നദ്ധമാണ്. എല്ലാ സാഹചര്യമുണ്ട്, പണമുണ്ട്, വാഹനമുണ്ട്, ആരോഗ്യമുണ്ട്. പക്ഷെ ആ സഹാബാക്കൾ ചെയ്തൊരു തെറ്റ്. വരട്ടെ, സമയമായില്ലല്ലോ, സമയമാവട്ടെ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും പിന്തി പോവുകയാണ്. മറുഭാഗത്ത് ഈന്തപ്പന കുലകൾ പാകമായി നിൽക്കുന്ന ഒരവസ്ഥ, വിളവെടുക്കാൻ കഴിയാതെ പോവുക എന്നത് വമ്പിച്ച സാമ്പത്തിക നഷ്ടമാണ്. കടുത്ത വേനൽ ചൂട്, ആ തപിക്കുന്ന ചൂടിനൊരു ശമനമുണ്ടായാൽ അതും വലിയൊരു അനുഗ്രഹമാണ്. വിളവെടുക്കാൻ കഴിഞ്ഞാൽ അതും ഒരു അനുഗ്രഹമാണ്. കൂട്ടത്തിൽ ജിഹാദിനും പുറപ്പെടാം. അപ്പോ വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞ് നിന്ന് സമയത്ത് പുറപ്പെടാൻ കഴിഞ്ഞില്ല. അവസാനം തബൂക്ക് യുദ്ധമെല്ലാം കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചെത്തിയപ്പോ അവിടെ മുനാഫിക്കുകൾ, പുറപ്പെടാത്ത മുനാഫിക്കുകൾ, അവർ കൂടിയിരുന്നിട്ട് എന്തെങ്കിലും കാരണങ്ങൾ ബോധിപ്പിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ. പക്ഷേ ഈ 3 സഹാബികൾ കൃത്രിമമായ കാരണങ്ങൾ കണ്ടെത്താതെ അവരുടെ ഉള്ള അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി. പക്ഷെ അതിനെപ്പറ്റി പരിശുദ്ധ ഖുർആൻ അവരുടെ തീരുമാനം എന്താണ്, അവരുടെ കാര്യത്തിൽ എന്ത് പണിഷ്മെന്റ് ആണ്, എന്ത് ശിക്ഷണമാണ് കൊടുക്കേണ്ടത്, ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്നതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ധാരണയില്ലാതായി. وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, തീരുമാനം നീക്കി വെക്കപ്പെട്ട 3 ആളുകൾ, അവരുടെ കാര്യം ഖുർആൻ പറയുകയാണ്. എത്രത്തോളം അവർക്ക് അവസാനം അല്ലാഹു തആല തീരുമാനം അറിയിച്ചു, ശിക്ഷ ഏർപ്പെടുത്തി. സാമൂഹികമായ ബഹിഷ്കരണം, ആരോടും മിണ്ടാൻ പാടില്ല. 50 ദിവസത്തോളം ആ ബഹിഷ്കരണം നീണ്ടു നിന്നു. സഹാബാക്കളോട് മിണ്ടാൻ പാടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹകരിക്കാൻ പാടില്ല, സലാം പറയാൻ പാടില്ല, സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല. ഒടുവിൽ ഭാര്യമാരോട് പോലും സഹകരിക്കാൻ പാടില്ല, സഹവസിക്കാൻ പാടില്ല എന്ന കൽപ്പന വന്നു. എത്രത്തോളം എന്നാൽ വിശാലമായ ഭൂമി, എല്ലാവരുമായിട്ടും ഓടി നടന്ന്, എല്ലാവരുമായിട്ടും ബന്ധങ്ങൾ സ്ഥാപിച്ച് കാര്യങ്ങളിൽ ഏർപ്പെട്ട് പരന്നൊഴുകി നടന്നൊരു ജീവിതം,
അതിനെ പിടിച്ച് ചങ്ങലക്കിട്ടതുപോലെ വിശാലമായ ഈ ഭൂമി വല്ലാതെ ഇടുങ്ങിപ്പോയി, അവനവനിലേക്ക് ചുരുങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒളിച്ചുപോയി സലാം പറഞ്ഞാൽ നബി മടക്കൂല, ഒന്ന് മുഖത്ത് നോക്കൂല, ഭാര്യയോട് പോലും സലാം പറയില്ല, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും സലാം പറഞ്ഞാൽ മടക്കൂല. ആ അവസ്ഥയിൽ അവർ അങ്ങേയറ്റം തടങ്കലിലായ സന്ദർഭം അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയാണ്, പശ്ചാത്താപം സ്വീകരിക്കുകയാണ്. സഹോദരന്മാരെ, ഈ ഒരു കഥാസന്ദർഭവും നമ്മുടെ ജീവിതവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളാരും നിഷേധികളല്ലല്ലോ. നമസ്കാരത്തെ പറ്റി, നോമ്പിനെ പറ്റി, സക്കാത്തിനെ പറ്റി, ഹജ്ജിനെ പറ്റി, ദാനധർമ്മങ്ങളെ പറ്റി, തിന്മകൾ ഇല്ലാതാക്കുന്നതിനെ പറ്റി ഒക്കെ ആലോചിക്കുമ്പോ, ഓരോ നന്മകൾ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുമ്പോ വരട്ടെ, സമയമുണ്ടല്ലോ, ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ, ഞാനതിൽ ഈമാനുള്ള ആളാണല്ലോ, ഞാൻ പടച്ചവനെ ഭയപ്പെടുന്നവനാണല്ലോ, വരട്ടെ, സമയമുണ്ടല്ലോ. റജബായപ്പോൾ ശഅബാനാവട്ടെ എന്ന് വിചാരിച്ചു. പലതും ഒതുക്കാനുണ്ടായിരുന്നു, കണക്കുകൾ തീർക്കാനുണ്ടായിരുന്നു, കടങ്ങൾ വീട്ടാനുണ്ടായിരുന്നു, ബന്ധങ്ങൾ വിളക്കി ചേർക്കാനുണ്ടായിരുന്നു, പലതും നമസ്കാരം ഒന്നുകൂടി ഒന്ന് ശരിയാക്കാനുണ്ടായിരുന്നു, ഖുർആനുമായി ബന്ധമൊന്ന് സ്ഥാപിച്ച് റമദാനിലേക്ക് കയറണമെന്ന് വിചാരിച്ചു. അവസാനം വന്ന് റമദാനിന്റെ പൊന്നമ്പിളി പാണിൽ ഉയർന്നപ്പോൾ നമ്മൾ നോമ്പിലേക്ക് പ്രവേശിച്ചു. നോമ്പിൽ സന്തോഷത്തോടെ നോമ്പെടുത്തു. നോമ്പായപ്പോ, ആദ്യത്തെ 10 നമ്മുടെ മനസ്സിൽ വന്നു, വരട്ടെ, ഇനി മഗ്ഫിറത്തിന്റെ 10 വരട്ടെ, കാരുണ്യം അള്ളാഹുവിന്റെ ഔദാര്യമായി കിട്ടുന്നു, നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു കിട്ടുമല്ലോ, ഇനി അടുത്ത 10 ദിനമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. ആ 10 ദിനങ്ങളും കഴിഞ്ഞു കടന്നു. അവസാനം ഓടി നടന്നു, പലതുമൊക്കെ വിചാരിച്ചു, വേണ്ടത്ര ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവസാനത്തെ 10 വരികയല്ലേ, അത് ഏറ്റവും പുണ്യമുള്ള ദിനങ്ങളല്ലേ, ലൈലത്തുൽ ഖദർ അതിലല്ലേ ഉള്ളത് എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കടന്നുപോയി. വിചാരിച്ച നന്മകൾ, കണക്ക് കൂട്ടിയ നന്മകൾ എത്രത്തോളം ചെയ്തു കൂട്ടിയെന്ന് പേനയെടുത്ത് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ടിക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും സഹോദരന്മാരെ. ഇനി 2-3 ദിവസം ബാക്കി നിൽക്കുമ്പോൾ നമ്മൾ നമ്മളെ പറ്റി, നമ്മുടെ ജീവിതത്തെ പറ്റി കണക്കെടുക്കേണ്ടതുണ്ട്. ഒന്നിനും സമയം കിട്ടാതെ മനുഷ്യന്റെ ഒരു ശീലം, പിന്നെയാവട്ടെ എന്ന ചിന്ത. മഹാന്മാര് പറയാറുണ്ട്, അക്സറു അഹ്ലിൻ നാരി അൽ മുസവ്വിഫൂൻ, നരകത്തിൽ അധികം ആളുകളും പിന്നെയാകട്ടെ എന്ന് പറയുന്ന ചിന്തിക്കുന്ന ആളുകളാണ്, പിന്നത്തേക്ക് മാറ്റിവെച്ചവരാണ്, പിന്തിരിപ്പന്മാരാണ്, പുറകോട്ട് പോയവരാണ്. അങ്ങനെയുള്ള ആളുകൾ അവരാണ് കൂടുതൽ നരകത്തിലെന്നു പരിശുദ്ധ ഖുർആൻ ആ രംഗത്തെ തന്നെ കുറിച്ച് പറയുന്നുണ്ട്. ഹത്താ ഇദാ ജാ അഹദുഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊനി ലഅല്ലി അഅമലു സാലിഹാ. പടച്ചവനെ, മരണം വന്നെത്തുമ്പോ എല്ലാം ചെയ്യണം, ഞാൻ നിഷേധിയല്ല, ഞാൻ മുഅ്മിനാണ്, ഞാൻ മുത്തഖിയാണ്, റബ്ബിനെ പറ്റി വിശ്വാസമുണ്ട്, ആഖിറത്തെ പറ്റി വിശ്വാസമുണ്ട്, പക്ഷെ സൽക്കർമ്മങ്ങളുടെ ചാർട്ടിൽ ഒന്നും അവിടെ ഇടം പിടിച്ചിട്ടില്ല. എന്തോ ചിലത് അവിടെ കിടപ്പുണ്ടാവും, അതിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടതായിരിക്കും അതൊക്കെ. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി. ഒരു ദിവസം മരണം വന്ന് നമ്മെ പിടികൂടി. മരണത്തിന്റെ വക്രത്തിലെത്തിയപ്പോ ഇനി ഒരല്പം പോലും മുമ്പോട്ട് പോവില്ല എന്നവന് മനസ്സിലായി. ഖാല റബ്ബിർജിഊനി ലഅല്ലി അഅമലു സാലിഹാ. പടച്ചോനെ, എന്നെ ഒരല്പ സമയത്തേക്ക് കൂടി പിന്തിച്ചിടുമോ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം. ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷിച്ചു പോയ സമയങ്ങളിൽ ഞാൻ നന്മകൾ ചെയ്തോളാം, സൽക്കർമ്മങ്ങൾ ചെയ്തോളാം, എന്നെ ഒന്ന് അല്പം കൂടി ഒന്ന് പിന്തിച്ചിടുമോ എന്ന് ചോദിക്കും. അതാണ് മനുഷ്യന്റെ മനോഭാവം. അള്ളാഹു പറയുന്നു, മനുഷ്യനെ അറിയുന്ന പടച്ചവൻ, അവന്റെ മനസ്സിന്റെ സംവിധായകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കല്ല, അങ്ങനെയല്ല കാര്യം, ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് അവന്റെ വെറും പൊയ്വാക്കുകൾ മാത്രമാണ്, അവന്റെ വൃഥാ പറച്ചിൽ മാത്രമാണ്, അർത്ഥമുള്ള പറച്ചിലല്ല. ഇനി മരണവക്രത്തിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു, ഇസ്രായേലുമായി കടിപിടി കൂടി അവൻ എങ്ങനെയോ ഒന്ന് രക്ഷപ്പെട്ടു, അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടു, അതല്ലെങ്കിൽ വേറെ ഏതോ മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പണ്ടെന്നോ കഴിഞ്ഞു പോയ വലിയ രോഗം ഓർത്തെടുക്കാൻ അവന് കഴിഞ്ഞേക്കും.
അവൻ ആ സമയം മരണത്തെ മുന്നിൽ കണ്ടിട്ട് അതിൽ നിന്ന് കുതറിമാറി രക്ഷപ്പെട്ടു പോയവനാണെങ്കിൽ അന്നേരം പറഞ്ഞിട്ടുണ്ടാകും, പടച്ചോനെ ഞാൻ ഇന്നതൊക്കെ ചെയ്തോളാം, എന്നെ ഒന്ന് വിട്ടേക്കണേ എന്ന്. അന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെട്ടവനാണെങ്കിൽ നമ്മൾ ആലോചിച്ചു നോക്കണം, എന്നിട്ട് എന്തായി ഇപ്പോൾ? വല്ലതും നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? വെറും മനുഷ്യന്റെ പൊയ്വാക്കുകൾ മാത്രമായി അസ്തമിച്ചു പോവുകയാണ്. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അല്ലാഹു തആല പറയുന്നു, വെറും വാക്കുകൾ മാത്രമാണ്. മറ്റൊരു സന്ദർഭത്തിലും അല്ലാഹു പറയുന്നുണ്ട്, ഫയഖൂലു റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. മരണാസന്നനാകുമ്പോ അവൻ പറയും, പടച്ചോനെ എന്നെ ഒന്ന് അല്പം കൂടി പിന്തിച്ചിടുമോ? ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഞാൻ സദഖകൾ ചെയ്തോളാം, സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽക്കർമ്മികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടോളാം, എനിക്കൊന്ന് ഇളവ് ചെയ്തു തരാമോ എന്ന് അപേക്ഷ അയക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് മരണസമയത്തുള്ള ഇത്തരത്തിൽ നന്മകൾ സമയാസമയം സമയബന്ധിതമായി സമയനിഷ്ഠയോടെ കൃത്യനിഷ്ഠയോടെ ചെയ്യേണ്ട സമയത്ത് ഇച്ഛാശക്തി ഉപയോഗിച്ച് ഇപ്പോൾ ഇത് ചെയ്തേ മതിയാകൂ, അതിനെന്ത് മുടക്കം വന്നാലും വേണ്ടില്ല, എന്ത് വെല്ലുവിളി വന്നാലും വേണ്ടില്ല, ഞാനത് ചെയ്തിട്ടേ മാറൂ എന്ന് ചിന്തിച്ചുകൊണ്ട് അത് ചെയ്യാതെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മരണത്തിന്റെ സന്ദർഭത്തിൽ അവർ പറയേണ്ടി വരും, പടച്ചോനെ അബദ്ധമായി പോയല്ലോ, സമയം കിട്ടിയില്ലല്ലോ എന്ന്. ഇത് തന്നെയാണ് പരലോകത്ത് ചെന്നാലും അവൻ അന്നേരവും ലഭിക്കും. അവൻ പറയും പരലോകത്ത്, വിരലുകൾ കടിച്ചുകുടയുന്ന ദിനം. പരീക്ഷയ്ക്ക് തോറ്റ കുട്ടികൾ, ചില പെൺകുട്ടികളെയൊക്കെ കാണാം, എടി അതിന് ഉത്തരം ചെയ്തില്ല, അയ്യോ തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് വേവത് കൊള്ളുന്ന കുട്ടികൾ. ഇതേപോലെ നാളെ ഈ ജീവിതം എന്ന പരീക്ഷ പരാജയപ്പെട്ടു പോകുന്നു എന്ന് കാണുമ്പോ പരലോകത്തെ അവന്റെ മുഴുവൻ ചാർട്ടും പരിശോധിച്ച് ഒന്നും കാണാനാകുമ്പോ എല്ലാം തോറ്റ് തൊപ്പിയിട്ട് നിൽക്കുമ്പോ കൈകടിച്ചു കുടയുന്ന രംഗം പരലോകത്തുണ്ടായിത്തീരും. അന്നും അവൻ പറയും, യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ചങ്ങാതിയാക്കിയിരുന്നെങ്കിൽ, ആ റസൂലിനോടൊപ്പം അവിടുന്ന് തെളിച്ചു തന്ന ജീവിത മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എനിക്ക് അബദ്ധം പറ്റിപ്പോയല്ലോ. ആ റസൂൽ എത്ര മഹാനായിരുന്നു, ആ റസൂൽ എത്ര സന്മാർഗിയായിരുന്നു. ആ നബിയോടൊപ്പം ഒരു ജീവിതം ഞാനും കെട്ടിപ്പടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, അല്ലാഹുവിന്റെ റസൂലിനെയും റസൂലിന്റെ അനുചരന്മാരെയും അനുയായികളെയും ഒന്നും കൂട്ടുകാരാക്കാതെ ഞാൻ വേറെ കുറെ ആളുകളെ റോൾ മോഡലാക്കി അവരോടൊപ്പം ഞാൻ നടന്നു. പടച്ചവനെ, എന്റെ ആ കൂട്ടുകാരന്റെ ജീവിതം തുലച്ചു കളഞ്ഞു. ഞാൻ അവനെയൊന്നും കൂട്ടുകാരാക്കി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിളിച്ചു പറയും. അഥവാ അന്ന് നഷ്ടപ്പെട്ടു പോയ നന്മകളെയും അവസരങ്ങളെയും ഓർത്തിട്ട് വിലപിക്കുന്ന ഒരു രംഗം, മരണനേരമുണ്ടാകുന്ന ആ വിലാപം പരലോകത്തും അത് തുടരുകയാണ്. വേറൊരു സന്ദർഭം ഖുർആൻ പറയുന്നു, നരകം കൊണ്ടുവെക്കപ്പെടുന്ന എഴുന്നള്ളിക്കപ്പെടുന്ന ആ രംഗം, ആ നരകം മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അവൻ സ്വയം ഓർത്തു പോവുകയാണ്. അവൻ വിളിച്ചു വിലപിക്കുന്നു, യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എത്ര നന്നായിരുന്നു, ഞാൻ എന്റെ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ മുൻകൂട്ടി കരുതി വച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവൻ അന്നേരം വിളിച്ച് വിലപിക്കുകയാണ്. വനാദ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന, വേറൊരു സന്ദർഭം ഖുർആൻ പറയുന്നു, നരകവാസികൾ സ്വർഗവാസികളെ വിളിച്ചിട്ട് നിലവിളിക്കുന്ന സന്ദർഭം. നിലവിളിയോട് നിലവിളിയാണ്. മരണത്തിന്റെ സമയത്തുള്ള ആ നിലവിളി പിന്നീട് പരലോകത്തെ ഓരോ പരീക്ഷണത്തിന്റെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാം തന്നെ നിലവിളിയാണ്, കൂട്ട നിലവിളിയാണ്. പടച്ചവരെ അബദ്ധമായി പോയി, അല്ലാഹുവേ അബദ്ധമായി പോയി, അങ്ങനെ ചെയ്തത് അബദ്ധമായി പോയി, ആ സമയം നഷ്ടപ്പെടുത്തിയത് അബദ്ധമായി പോയി, റസൂലിനോടൊപ്പം ജീവിക്കാത്തത് നഷ്ടമായി പോയി, നമസ്കരിക്കാത്തത് പരാജയമായി പോയി, സദഖ ചെയ്യാത്തത് പരാജയം
അന്നേരം സ്വർഗവാസികളോട് നരകവാസികൾ അവസാനം വിളിച്ചിട്ട് വിലപിക്കും, അന്നഫീദു അലൈനാ മിനൽ മാ. ദാഹാർത്തരായി ദാഹിച്ച് വിശന്ന് കേഴുകയാണ്. വെള്ളം, ഒരിറ്റ് വെള്ളം, ഒന്നൊരു കുടിനീര് നാവിലിറ്റിച്ചു തരുമോ? അന്നഫീദു അലൈനാ മിനൽ മാ. നിങ്ങൾക്ക് പടച്ചോൻ തന്ന വെള്ളം അത് ഞങ്ങൾക്ക് കൂടി ഒരു കുടിനീര് തരുമോ? ഔ മിമ്മാ റസഖകുമുല്ലാഹ്. അല്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അന്നത്തിൽ നിന്നും. വിശന്നിട്ട് തളരുന്നു, നിൽക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾ ആകെ പരാജയത്തിലാണ്, ദാഹിച്ചു വലയുന്നു, അല്പം ഒരു റക്ക് വെള്ളം, അല്പം ഒരു പിടി ഭക്ഷണം, നിങ്ങൾ എന്തെല്ലാം കഴിക്കുന്നു, ഞങ്ങൾക്കൊന്ന് തരുമോ എന്ന് നരകവാസികൾ സ്വർഗവാസികളോട് വിളിച്ചു വിലപിക്കുന്ന സന്ദർഭമുണ്ടാകും. ഖാലു ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. അപ്പോൾ സ്വർഗവാസികൾ അവരോട് പറയും, തീർച്ചയായും അത് അല്ലാഹു തആല നിങ്ങൾക്ക്, നരകവാസികൾക്ക്, കാഫിറുകൾക്ക്, സത്യവിരോധികൾക്ക് അത് വിലക്കിയിരിക്കുകയാണ്, ഹറാമാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് തരാൻ എന്റെ കൂട്ടുകാരെ ഒരു രക്ഷയുമില്ല. നീ എന്നോട് കളിച്ചു നടന്നവനാണ്, എന്നോടൊപ്പം അങ്ങേയറ്റം ചങ്ങാത്തം കൂടിയവനാണ്, ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഒരുമിച്ചായിരുന്നു. പക്ഷേ പിരിയാത്ത ചങ്ങാതിമാരായിരുന്നെങ്കിലും എടാ കുട്ട, എടാ അളിയ, ഒന്ന് സഹായിക്കോടാ എന്ന് ചോദിച്ചാൽ രക്ഷപ്പെടുത്താൻ കഴിയില്ല ആർക്കും. അല്ലാഹ് ഹറാമാക്കിയിരിക്കുന്നു മോനെ, എനിക്ക് തരാൻ ഒരു അധികാരവുമില്ലടാ എന്ന് ചങ്ക് പൊട്ടി അവർ പറയുന്ന രംഗമായിരിക്കും സഹോദരന്മാരെ. ആ ദീനവിലാപങ്ങൾ ഉയർന്നു പൊങ്ങുന്ന പരലോകത്തിന്റെ ഭീകരമായ രംഗങ്ങൾ അത് മഹിഷറയിലുണ്ടാകും, അത് ഖബറിലുണ്ടാകും, അത് മഹിഷറയിലുണ്ടാകും, അത് നന്മതിന്മകളെ തൂക്കുന്ന തുലാസിന്റെ മുമ്പിലുണ്ടാകും, അത് സിറാത്തിന്റെ മുന്നിലുണ്ടാകും, അത് പരലോകത്തിന്റെ പല സന്ദർഭങ്ങളിലും ആ വിലാപങ്ങൾ ഉയർന്നു പൊങ്ങിക്കൊണ്ടേയിരിക്കും. നഷ്ട സമയങ്ങളും നഷ്ടപ്പെട്ട നന്മകളും അവസരം കിട്ടിയിട്ടും ചെയ്യാൻ കഴിയാത്ത നന്മകളും ഓർത്തിട്ടുള്ള വിലാപങ്ങൾ പരലോകത്ത് വരാനിരിക്കുന്നു സഹോദരന്മാരെ. നമ്മൾ നെട്ടോട്ടത്തിലാണ്, നമ്മൾ വമ്പിച്ച നെട്ടോട്ടത്തിലാണ്. ഓടി വന്ന് 27-ാം രാവിലെ ലൈലത്തുൽ ഖദറിന്റെ ഏതോ ഒരു സുവർണ നിമിഷത്തെ കൊത്തിയെടുത്ത് പറക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രാവുകളിൽ വമ്പിച്ച തിരക്കാണ്. പരിശുദ്ധ ദീൻ സഹോദരന്മാരെ ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് ഒപ്പിച്ചു കൊണ്ടുപോകാൻ ഇതൊരു ലോട്ടറി ടിക്കറ്റ് അല്ല, അല്ലെങ്കിൽ ഇതൊരു ഭാഗ്യ പരീക്ഷണമല്ല. ഇത് നിരന്തരമായി നിത്യജീവിതത്തിൽ ഉണ്ടാകാൻ തീരുമാനിക്കുന്ന ആളുകൾക്കുള്ള പ്രചോദനമാണ് പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ എന്നൊക്കെ പറയുന്നത് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ നന്മകളിലേക്ക് നമ്മളെ അല്ലാഹു വിളിച്ചടുപ്പിക്കുകയാണ്. എന്തിന്? ഖുർആൻ അവതരിച്ച മാസം, ഖുർആൻ അവതരിച്ച മാസം. അതുകൊണ്ട് നമ്മളെ ഖുർആനിനൊപ്പം സംസ്കരിച്ച് പരിഷ്കരിച്ച് പാകമാക്കാൻ നമ്മളിലുള്ള തിന്മകൾ, ദുർവികാരങ്ങൾ, ദുർചേഷ്ടകൾ ഇതെല്ലാം നമ്മളിൽ നിന്ന് വകഞ്ഞു മാറ്റി നമ്മളെ ഒന്ന് പരിശുദ്ധരാക്കണം. അതിനാദ്യം പ്രശ്നക്കാരായ പിശാചുക്കളെ ചങ്ങലക്കിട്ട് തടവറയിൽ പാർപ്പിച്ചു. നീയൊന്നും അങ്ങോട്ട് അടുക്കരുത്, എന്റെ ദാസന്മാരെ ഖുർആനിനൊപ്പം ജീവിക്കാൻ ഞാൻ പരിശീലിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കടുത്ത പ്രശ്നക്കാരായ പിശാചുക്കളെ പിടിച്ച് ബന്ധനത്തിലാക്കി. എന്നിട്ട് വിശപ്പിലൂടെ ദാഹം പിടിച്ചു നിർത്തുന്നതിലൂടെ, കാമത്തെ പിടിച്ചു നിർത്തുന്നതിലൂടെ മനുഷ്യരെ സ്വയം അവനെ നിയന്ത്രിക്കാൻ ആത്മനിയന്ത്രണം ഉണ്ടാക്കി കൊടുത്തു. അവന്റെ വികാരങ്ങൾക്കുമേൽ പരിശുദ്ധ ഖുർആന്റെ വിചാരങ്ങൾ അത് മഴപ്പെയ്ത്ത് നടത്തണം. അവിടെ ഖുർആൻ ഹൃദയങ്ങളിലേക്ക് പെയ്തിറങ്ങണം. അതിനാണ് മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമളാന്റെ രാത്രിയിൽ നിന്ന് നമസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ പൊറുക്കുമെന്ന് പറയുന്നത്. പകൽ നോമ്പും രാത്രിയിൽ ഖുർആൻ ഓതിയുള്ള നമസ്കാരവും, പകൽ നമ്മുടെ ശരീരത്തെ നമ്മൾ ജീവിതത്തിന്റെ മേഖലകളിൽ അതിൽ നമ്മൾ സ്വയം നിയന്ത്രിച്ച് പാകമാക്കി പരിഷ്കരിച്ചെടുക്കുന്നു, സംസ്കരിച്ചെടുക്കുന്നു. രാത്രിയിൽ ഖുർആനിന്റെ മഴ പെയ്യാൻ ഹൃദയങ്ങളെ തുറന്നു വെച്ചു കൊടുക്കുന്നു. അതിന്റെ വികാരത്തിനൊപ്പം നമ്മൾ സഞ്ചരിക്കുകയാണ് സഹോദരന്മാരെ. ആ അർത്ഥത്തിൽ നമ്മൾ എവിടെ എത്തി എന്ന ഒരു ആത്മപരിശോധന ഈ സന്ദർഭത്തിൽ നമുക്ക് വേണം. എനിക്ക് എത്ര ആയുസ്സുണ്ടാകും? എത്രയോ ആളുകളാണ് അതാ കളിച്ചുകൊണ്ട് നിന്ന് അനസ് കുഴഞ്ഞു വീണ് മരിക്കുന്നു. അതേപോലെ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന നിസാം 2 ദിവസം മുമ്പ് അവൻ എന്തോ മാരകമായ
ഒരു പ്രയാസം തോന്നി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, അവനും മരിച്ചുപോയി എന്റെ നാട്ടുകാരൻ. സഹോദരന്മാരെ, ഇതുപോലെ നിങ്ങളുടെയൊക്കെ പരിസരങ്ങളിൽ എത്ര ആളുകളാണ് ഹാർട്ട് അറ്റാക്ക് വന്ന്, കിഡ്നി രണ്ടും തകർന്ന്, ക്യാൻസർ വന്ന്, ബ്ലഡ് ക്യാൻസർ വന്ന്, അതേപോലെ പലതരത്തിലുള്ള മാരകമായ രോഗങ്ങൾ വന്ന് ആരെല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ ഖബറിൽ എന്നോട് വന്നിട്ട് മലക്കുകൾ ചോദിക്കും, മൻ റബ്ബുക് വമൻ നബിയുക് വമനില്ലദീ ബുഇസ ഇലൈക്, അല്ലെങ്കിൽ വമാ ദീനുക് എന്നൊക്കെ ചോദിക്കും. കൂട്ടത്തിൽ ഒരു ചോദ്യം കൂടെയുണ്ട്, വമാ യുദ്രീക്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, വമാ യുദ്രീക്, നിനക്ക് എന്തറിയാം, നീ എന്ത് അറിവ് സമ്പാദിച്ചു എന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം മുഅ്മിനാണെങ്കിൽ പറയുമത്രേ, അദ്ദേഹം പറയും, ആമൻതു ബികിതാബിക് വസദ്ദഖ്തു ബിഹി വഅമിൽതു ബിഹി എന്നെല്ലാം അയാൾ പറയുമെന്ന് ഹദീസിൽ കാണാം. ഞാൻ പരിശുദ്ധ ഖുർആൻ വായിച്ചു നോക്കി, പാരായണം ചെയ്തു നോക്കി, അതിലുള്ള ഈമാനിയായ കാര്യങ്ങളിലൊക്കെ വിശ്വസിച്ചു, അതനുസരിച്ച് ഞാൻ ജീവിതത്തെ ചിട്ടപ്പെടുത്തി റബ്ബേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോ ആകാശത്ത് നിന്ന് ഒരു അശരീരി മുഴങ്ങും, വിളിച്ചു പറയും, എന്റെ ദാസൻ സത്യം പറഞ്ഞിരിക്കുന്നു. അവന് സ്വർഗത്തിന്റെ വിരിപ്പുകൾ വിരിച്ചു കൊടുക്കൂ, സ്വർഗത്തിന്റെ വസ്ത്രങ്ങൾ ധരിപ്പിക്കൂ, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കൂ എന്ന് പറയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, ആ അർത്ഥത്തിൽ നമുക്കിവിടെ ഖുർആൻ പഠിക്കാൻ, പരിശുദ്ധ ഖുർആനിനെ നെഞ്ചേറ്റാൻ, ജീവിതത്തെ സംസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി സഹാബാക്കൾ പറയുകയാണ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ, ജനങ്ങൾക്ക് സാമ്പത്തികമായി ഉപകാരം ചെയ്യുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. വകാന അജ്വദ മാ യകൂനു റമളാൻ ഹീന യൽഖാഹു ജിബ്രീൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഉദാരനാകുന്നത് റമളാനിൽ ജിബ്രീലിനെ കണ്ടുമുട്ടുമ്പോഴാണ്. വകാന ജിബ്രീലു യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ, റമളാന്റെ എല്ലാ രാത്രിയിലും ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് സന്ധിക്കും. ഫയുദാരിസുഹുൽ ഖുർആൻ, ഖുർആനിന്റെ പാഠങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം പരിശോധിക്കും, ചർച്ച ചെയ്യും. ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദ ബിൽ ഖൈരി മിനർ റീഹിൽ മുർസല, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലുമായി ഖുർആൻ ചർച്ചകൾ നടത്തുമ്പോ, പാഠം പരിശോധന നടത്തുമ്പോ, ആ സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ധർമ്മിഷ്ഠനാകുമായിരുന്നു എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു. ഈ ഖുർആന്റെ പാഠപരിശോധനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധർമ്മവും തമ്മിൽ ആ സന്ദർഭത്തിൽ എന്താണ് ബന്ധം? ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആൻ അത് മനുഷ്യനെ പരോപകാരത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. മനുഷ്യനെ പരോപകാരത്തിന് വേണ്ടി, പാവങ്ങളെ, കഷ്ടപ്പെടുന്നവനെ, പ്രയാസപ്പെടുന്നവനെ, ദുഃഖിക്കുന്നവനെ, പീഡനം അനുഭവിക്കുന്നവനെ, അവന്റെ വേദനകളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഇല്ലാതാക്കാൻ ഖുർആൻ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവൻ ഇഷ്ടം പോലെ ധർമ്മം ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്ന്, ദാനധർമ്മം എന്നത് മലക്കുകൾ അവനെ തോഴനാക്കും, മലക്കുകളുടെ സുഹൃത്ത് സഹവാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കണ്ടുമുട്ടുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിന് സന്തോഷമുണ്ടാകാൻ സാധുക്കളായ പരമാവധി ആളുകൾക്ക് കയ്യിലുള്ളതൊക്കെ വാരി വിതറുമായിരുന്നു, കൊടുക്കുമായിരുന്നു എന്ന് കാണാൻ കഴിയും. സഹോദരന്മാരെ, ആ അർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ റമളാൻ നമ്മെ വിട്ട് പിരിയുമ്പോ നമുക്ക് എന്ത് തീരുമാനങ്ങളാണ് എടുക്കാൻ പറ്റുന്നത്? തീരുമാനങ്ങളാണ് നമ്മെ നാം ആക്കി മാറ്റുന്നത്. പിന്നെ ആവട്ടെ, റമളാൻ തീർന്നല്ലോ, ഒരു നെടുവീർപ്പോടെ എല്ലാം അവസാനിച്ചാൽ ജീവിതം ഒരു നെടുവീർപ്പോടെ അവസാനിക്കും. ആ നെടുവീർപ്പ് ഖബറിലും മഹ്ശറിലും തുടർന്നുകൊണ്ടിരിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിനോടൊപ്പം സഞ്ചരിക്കാൻ തയ്യാറാവണം.
ഖുർആൻ ഈ റമദാനിൽ നമ്മളെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാൻ നമ്മളോട് ആവശ്യപ്പെടുകയായിരുന്നു. ആ ഖുർആനിനെ നമ്മൾ ഏറ്റെടുക്കണം. എങ്ങനെ? ഭയങ്കര സൂക്ഷിച്ച് വീട്ടിൽ അലമാരയിൽ സൂക്ഷിച്ചു വെക്കാനും വീട്ടിൽ ആരെങ്കിലും മരിക്കുമ്പോൾ മാത്രം എടുത്തോതാനുമുള്ളതല്ല, മറിച്ച് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഉപയോഗപ്പെടുത്താനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രധാന പ്രാർത്ഥന തന്നെ ഇങ്ങനെയായിരുന്നല്ലോ: അല്ലാഹുമ്മ ജഅൽ ഖുർആന റബീഅ ഖുലൂബിന വനൂറ സുദൂരിന വജലാഅ അഹ്സാനിന വദഹാബ ഹുമൂമിന. പടച്ചവനെ, ഖുർആനിനെ ഹൃദയത്തിന്റെ വസന്തമാക്കണമേ. മഴ കാത്തു നിടുന്ന മണ്ണിലേക്ക് മഴ പെയ്യുമ്പോ അവിടെ നിന്നും ഒളിച്ചു കിടക്കുന്ന വിത്തുകൾക്കും അവിടെ നിൽക്കുന്ന സസ്യങ്ങൾക്കും തുള്ളിക്കളിക്കാനും പൊട്ടിവിടരാനും എന്താനന്ദമാണോ, ഇതേപോലെ പരിശുദ്ധ ഖുർആന്റെ മഴ പെയ്ത്തുണ്ടാകുമ്പോ ഹൃദയത്തിൽ നിന്നും കലിമയും നന്മകളും പൊട്ടിവിടർന്ന് മൊട്ടിട്ട് പൊങ്ങാൻ, അത് കാണ്ഡത്തിന്മേൽ ഉയർന്നു നിൽക്കാൻ അതിനുള്ളൊരു വ്യഗ്രതയുണ്ടാകും. ആ അർത്ഥത്തിൽ നമുക്ക് പരിശുദ്ധ ഖുർആൻ പടച്ചവനെ ഹൃദയത്തിന്റെ വസന്തമാക്കണമേ. ഹൃദയത്തിന്റെ പ്രകാശമാക്കണമേ. മനസ്സിനൊരു വെളിച്ചമുണ്ടാകും. യാന്ത്രികമായി മൃഗങ്ങളെ, വണ്ടിക്കാളകളെ ആട്ടിത്തെളിക്കും പോലെ മുമ്പേ പോകുന്ന, അയാൾക്കൊപ്പം പോകുന്ന, അല്ലെങ്കിൽ പുറകിൽ നിന്ന് കൈക്രിയകളിലൂടെ തള്ളിവിടുന്ന, ഭാരം ചുമക്കുന്ന കാളകളല്ല നമ്മൾ. മറിച്ച് നമ്മൾ ആരാണ്? സ്വയം പ്രചോദിതരായി ചലിക്കുന്ന ജീവനുള്ള മുഅ്മിനീങ്ങളാണ്. മൃതപ്രായനായ മനുഷ്യന് അല്ലാഹു തആല പ്രകാശം കൊടുക്കുകയാണ്. ഹൃദയത്തിൽ ചത്തു കിടക്കുന്നവൻ എഴുന്നേൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ഖുർആന്റെ മുഅ്ജിസത്തിനെ പറ്റി ഒരു കവി പാടിയത് ഇങ്ങനെയാണ്: നിന്റെ സഹോദരൻ, താങ്കളുടെ സഹോദരൻ ഈസ ഒരു മയ്യത്ത്, മരിച്ചു കിടക്കുന്നയാളെ എടോ അല്ലാഹുവിന്റെ അനുമതിയോടെ എഴുന്നേക്കൂ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് വരുമായിരുന്നു. താങ്കൾ ജീർണിച്ചു കിടക്കുന്ന, മൃതപ്രായമായി കിടക്കുന്ന മനുഷ്യ സമൂഹത്തെ ഖുർആനിന്റെ പ്രകാശം കൊടുത്ത്, ജീവൻ കൊടുത്ത് എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്തത്. അതെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ട് മുമ്പ് ഇഖ്റഇന്റെ ശബ്ദം മുഴങ്ങിയ കാലം മുതൽ 23 വർഷക്കാലത്തെ ഇതാന്തമായ ഖുർആനിന്റെ കണ്ടശയായ അവതരണത്തിലൂടെ വമ്പിച്ച ഒരു മാതൃകാ സമൂഹത്തെ ജീവനിട്ട് എഴുന്നേൽപ്പിച്ച് നിർത്തി. ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ച് നടന്ന അബൂബക്കറും ഉമറും റളിയല്ലാഹു തആല അൻഹും അവരൊക്കെ അറേബ്യയിലെ ചക്രവർത്തിമാരായി ചരിത്രം ഇന്നും അനുസ്മരിക്കപ്പെടുന്ന, മാതൃകയാക്കുന്ന, തുല്യതയില്ലാത്ത ഭരണാധിപന്മാരാക്കി മാറ്റിയത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖുർആൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച പാഠങ്ങളിൽ നിന്നാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. സഹോദരന്മാരെ, ആ അർത്ഥത്തിൽ ഹൃദയത്തിൽ ഒരു പ്രകാശം ഈ ഖുർആനിൽ നിന്ന് നമുക്ക് കിട്ടും. അല്ലാഹുമ്മ ജഅൽ ഖുർആന റബീഅ ഖുലൂബിന വനൂറ സുദൂരിന വജലാഅ അഹ്സാനിന വദഹാബ ഹുമൂമിന. ഞങ്ങളുടെ ദുഃഖങ്ങൾ അത് പോക്കുന്നത്, അത് ഇല്ലാതാക്കുന്നതാക്കണമേ, ഞങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതാക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ ബാക്കി ഭാഗം. സഹോദരന്മാരെ, ആ അർത്ഥത്തിൽ നമ്മുടെ മനസ്സിന് ശക്തി പകരുന്നതാണ് ഖുർആൻ. പടച്ചവനുമായിട്ടുള്ള ബന്ധം, സുദൃഢമായ ബന്ധം ഉണ്ടാക്കി തരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? വ്യക്തിപരമായി പരിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ ഒരു തുടർ പ്രക്രിയ, ഒരു പദ്ധതി, ഒരു കർമ്മ പദ്ധതി നമ്മൾ ഈ റമദാനിൽ തന്നെ കണ്ടുവേണം റമദാനോട് സലാം പറയാൻ. എങ്കിലേ നമ്മൾ രക്ഷപ്പെടൂ. പരിശുദ്ധ ഖുർആൻ ഓതാൻ അറിയാത്തവരാണോ? മദ്രസയിൽ പോയിട്ടില്ലാത്തവരാണോ? ഉസ്താദുമാരുണ്ട്, ഷൊർണൂർക്കാരാണെങ്കിൽ മറ്റ് നാടുകളിലുമുണ്ട്. നിങ്ങൾക്ക് പോയി ഏത് ഉസ്താദിനോട് ചോദിച്ചാലും 10 ദിവസം കൊണ്ട് 28 അക്ഷരം പഠിക്കാം. അവിടെ നിന്ന് പഠിച്ച് കൂട്ടി വായിച്ച് ഖുർആൻ ഓതാൻ പഠിക്കാം. ഫാത്തിഹ അറിയില്ലേ? ഇത് എന്നോ നിസ്കരിക്കാൻ തുടങ്ങി. പണ്ട് ഫാത്തിഹ പഠിക്കാൻ പറ്റിയില്ല. വിഷമിക്കേണ്ട സഹോദര, ലജ്ജിക്കണ്ട. ആരും നിങ്ങൾ ആക്ഷേപിക്കൂല. ഇത് ഇസ്ലാമാണ്. ഇസ്ലാമിൽ 1-ാം നാൾ മുതൽ ആരും മുത്തക്കയായി വന്നവരല്ല. ഇടയ്ക്ക് വെച്ച് കയറി വരുന്നവർ മഹാന്മാരായ ദീനാണിത്. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് കയറി വരുന്നവരെ നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ഇന്നലകളിൽ ഒരു പഴയ ഉമറിനെ പോലെയൊന്നും നിങ്ങൾ ആയിട്ടുണ്ടാവൂല.
ഉമറിനേക്കാളും മോശക്കാരൻ നിങ്ങളായിട്ടുണ്ടാവൂല. പക്ഷെ ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ റമദാൻ പെരുന്നാളോടെ തിരിഞ്ഞു നടക്കാതെ കടന്നു വരണം. ഖുർആൻ പഠിക്കണം, ഫാത്തിഹ ഓതി പഠിക്കണം, ചെറിയ സൂറത്തുകൾ ഓതി പഠിക്കണം, തെറ്റില്ലാതെ നമസ്കരിക്കാൻ പഠിക്കണം, ഫാത്തിഹയുടെ കൊച്ചു സൂറത്തുകളുടെ അർത്ഥം പഠിക്കണം. ഖുർആനിന്റെ അതൊക്കെ പഠിച്ചവർ ഖുർആനിന്റെ തർജ്ജമകൾ എടുത്തിട്ട് അതിങ്ങനെ ഓതി പഠിക്കാൻ നോക്കണം, ഒന്ന് വായിച്ചു നോക്കണം ഇതിന്റെ അകത്ത് എന്താണ് എന്ന്. സഹോദരന്മാരെ, കഴിഞ്ഞ ഒരു മാസം മുമ്പ് എന്റെ നാട്ടിലൊരു സഹോദരനെ പരിചയപ്പെട്ടു. ഞാൻ ജോലി ചെയ്യുന്ന മറ്റൊരു പള്ളി, അറബി കോളേജ്, അതിന്റെ സമീപത്തുള്ള ഒരു സഹോദരൻ അമുസ്ലിമാണ്. അയാൾ അടുത്ത കാലത്ത് മുസ്ലിമായ ആളാണ്. മുഹമ്മദ് എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നു. എന്താണ് അദ്ദേഹം ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടതാണ്. ഒരു പൊന്നാനിയിലും പോയിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. അദ്ദേഹം എന്താണ്, വർഷങ്ങളായി ഖുർആൻ വായിക്കുകയാണ്. നമുക്കല്ലേ മനസ്സിലാവാത്തത്? ആ സഹോദരൻ ഖുർആൻ വായിക്കുകയാണ്. ഖുർആനിന്റെ മലയാളം, ഇംഗ്ലീഷ് പരിഭാഷകൾ നോക്കിയിട്ട് വായിച്ചിട്ട് അയാൾക്ക് അയാളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇതാണോ ഖുർആൻ? ഇങ്ങനെയാണോ മനുഷ്യനോട് സംസാരിക്കുന്നത്? ഈ കാക്കാമാർ അങ്ങനെയല്ലല്ലോ ഞാൻ കണ്ടിട്ടുള്ളത്. മുസ്ലിങ്ങളെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. പരിശുദ്ധ ഖുർആൻ ഇത്ര മഹത്തരമാണോ? ഇതൊരു നല്ല മനുഷ്യന് വേണ്ടതല്ലേ? അദ്ദേഹം തീരുമാനിച്ചു. വളരെ വിശ്വാസത്തിൽ ഭയങ്കര വാശിയും വൈരാഗ്യവുമുള്ള ഒരു കുടുംബത്തിൽ പിറന്നിട്ടും ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പറഞ്ഞു, എനിക്ക് സത്യമായി ബോധ്യപ്പെട്ടത് എന്നെ ആരെടുത്താലും ഞാനത് സ്വീകരിക്കുക തന്നെ ചെയ്യും. ഞാനിന്ന് മുസ്ലിമാണ് ഉസ്താദേ. എന്റെ പേര് ഞാൻ സ്വയം ഇട്ടതാണ്. എന്റെ പേര് ഇതുവരെ മാറ്റാൻ അവസരം കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സഹോദരന്മാരെ, ഇങ്ങനെ 100 ഉദാഹരണങ്ങൾ. ഖുർആൻ നമ്മളെ വഴി നടത്തും. നമുക്കതിന്റെ തർജ്ജമകളും മലയാളത്തിൽ ലഭ്യമായ നമുക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും തഫ്സീറുകളുമൊക്കെ വാങ്ങി വായിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം. നമ്മുടെ മക്കളെ മദ്രസകളിൽ ചേർക്കണം. ഇന്നത്തെ കാലത്ത് സ്കൂൾ ട്യൂഷനും സ്കൂളിലെ ക്ലാസ്സുകളും അത് നേരത്തെ പോകണം. ആർക്കും ഒന്നും കിട്ടുന്നില്ല. മദ്രസകൾ ആധുനികമായ പ്രശ്നങ്ങൾ, വിശ്വാസപരമായ സാംസ്കാരികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മദ്രസകൾ എത്രത്തോളം ഉപകരിക്കുന്നു എന്ന് നോക്കിയാൽ എല്ലാം തികഞ്ഞിട്ടൊന്നുമില്ല. എങ്കിലും മദ്രസ മനുഷ്യനെ അടിസ്ഥാനപരമായി മുസ്ലിമാക്കുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് അത് തള്ളിക്കളയരുത്. മക്കളെ പറഞ്ഞ് മദ്രസയിൽ അയക്കണം. അള്ളാഹുവിനെ പറ്റി, റസൂലിനെ പറ്റി, ആഖിറത്തെ പറ്റി, സൽസ്വഭാവത്തെ പറ്റി, നമസ്കാരത്തെ പറ്റി ഒക്കെ കുട്ടികൾ പഠിക്കുന്നത് അവിടെ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടികളെ മദ്രസയിൽ അയക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ കഴിയാത്തവർ സമാന്തരമായ വേറെ സംവിധാനങ്ങൾ ഏതെങ്കിലും ഉപയോഗപ്പെടുത്തണം. ഓൺലൈൻ മദ്രസകളെങ്കിലും ഉപയോഗപ്പെടുത്തണം. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, കൗമാരക്കാരായ കുട്ടികൾ ലഹരിക്ക് അടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികളെ നേരെ ചൊവ്വേ കൊണ്ടുപോകാൻ നമുക്ക് ആ കുട്ടികൾക്ക് ശരിയായ നിലയിൽ മഹല്ല് തലങ്ങളിൽ സമാന്തരമായ കൗമാര ഇസ്ലാമിക ധാർമ്മിക വിദ്യാഭ്യാസത്തിന് വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കണം. അതേപോലെ നമ്മുടെ നാട്ടിൽ ഹാഫിളുകളും ആലിമുകളും ഉണ്ടാകണം. ഓരോ നാടിന്റെയും ഊർജ്ജമാണത്. നമ്മുടെ നാട്ടിൽ എത്ര പേരുണ്ടെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾക്ക് അവസരമുണ്ട്. ഞാനും ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്, അൽ ജവാഹിർ കുല്ലിയത്തുൽ ജവാഹിറുൽ ഇസ്ലാമിയ. തിരുവനന്തപുരത്ത് ശ്രീകാര്യം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു മഹല്ലിന്റെ നേതൃത്വത്തില് അവിടെ ഒരു ഇസ്ലാമിയ കോളേജ്, അൽ ജവാഹിർ ഇസ്ലാമിക് കോളേജ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ്. ഇപ്പോൾ അവിടെ നല്ല സ്ട്രെങ്ത് ഉണ്ട്. ഈ വർഷവും നമ്മൾ കുട്ടികളെ എടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്, അവിടെ കുട്ടികൾക്ക് 7ാം ക്ലാസ് പാസ്സായ കുട്ടികൾ, 8ലേക്ക് വിജയിച്ച കുട്ടികൾ, അവർക്ക് ഹിഫ്ളും അതേപോലെ ശരിയ കോഴ്സും അതോടൊപ്പം സ്കൂളും 3 കൂടി 8, 9, 10, 11, 12 ക്ലാസ്സുകളും ഒരു വർഷം ദഅവ കോഴ്സും ചേർത്ത് 6 വർഷം +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് കയറുന്നതിന് മുമ്പ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആലിമും ഹാഫിളും അതേപോലെ +2 നേടാൻ പറ്റുന്ന നിലയിലുള്ള വിദഗ്ധമായ ഒരു പഠന പരിശീലന പദ്ധതിയാണ് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. സ്മാർട്ട് ആലിം കോഴ്സ് എന്നാണ് കോഴ്സിന്റെ പേര്. അതുകൊണ്ട് ഈ മഹല്ലിൽ നമ്മുടെ മക്കളെയോ പേരമക്കളോ ആയി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്റർവ്യൂയിലൂടെ അതിന്റെ സ്മാർട്ടായ കുട്ടികളെയാണ് എടുക്കുന്നത്, ടാലന്റ് ഉള്ള കുട്ടികളെയാണ് എടുക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടണമെന്ന് കൂടി സാന്ദർഭികമായി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. അതോടൊപ്പം
ഇവിടെ പറഞ്ഞ ദാനധർമ്മങ്ങളുടെ കാര്യം പരിശുദ്ധ ഖുർആൻ അതോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് ദാനധർമ്മം. പാവപ്പെട്ടവൻ അത്താണിയാവാൻ നമുക്ക് കഴിയണം. മർദ്ദിതരും പീഡിതരും കഷ്ടപ്പെടുന്നവരും പട്ടിണിക്കാരും വിധവകളും അനാഥകളും അവർക്ക് അത്താണിയാവാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം ഈ നാട്ടിലെ ഏറ്റവും വലിയ നമ്മുടെ ഒരു ആവശ്യമാണ് അള്ളാഹുവിന്റെ പള്ളി എന്ന് പറയുന്നത്. ഈ മസ്ജിദ് നമുക്ക് ഈ വർഷം കൊണ്ട് അടുത്ത റമദാനിന് മുമ്പ് പൂർത്തിയാക്കണമെന്ന് നമ്മൾ ദൃഢനിശ്ചയം ചെയ്യേണ്ടതുണ്ട്. വലിയ ഒരു ആഗ്രഹമാണ് നമ്മുടെ എല്ലാം. ഈ നാട്ടിൽ ഏറ്റവും അടിയന്തരമായി നമ്മൾ പൂർത്തിയാക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ ഒരുപാട് ആളുകളെ നമ്മൾ സമീപിച്ചു. അൽഹംദുലില്ലാഹ്, ഇതിൽ മഹാഭൂരിഭാഗം സഹോദരന്മാരും തങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധമായി അവരൊക്കെ തന്നെ ഓരോ സംഭാവനകൾ പറഞ്ഞവരാണ്. അത് ഘട്ടം ഘട്ടമായി അത് തവണകളായി അടയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സദഖകൾ പറഞ്ഞവരെയും തന്നുകൊണ്ടിരിക്കുന്നവരെയും തരാൻ തീരുമാനിച്ചവരെയും എല്ലാം അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ സഫലമാക്കി കൊടുക്കട്ടെ. അവരുടെ എല്ലാ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. അവർക്ക് അല്ലാഹു ജാരിയായ സദഖയായത് കണക്കാക്കി ഇരുലോകത്തും നിലയ്ക്കാത്ത നന്മയുടെ പ്രവാഹമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നമുക്കൊരു വീട് വെക്കണമെങ്കിൽ ആ വീട്ടിൽ നമ്മൾ എന്തെല്ലാം സൗകര്യങ്ങൾ ഏർപ്പെടുത്തും? അല്പം ഒന്ന് ചുരുക്കി പിടിച്ചോളൂ. നമ്മുടെ വീടിനേക്കാൾ പ്രധാനമാണ് അള്ളാഹുവിന്റെ ഭവനം. ആ ഭവനത്തിന് വേണ്ടി നമ്മൾ ഈ റമദാനിൽ, ഈ 27-ാം നോമ്പിൽ, ഈ ജുമാ ദിവസത്തിൽ നിങ്ങളൊന്ന് മനസ്സ് വെക്കണം. എന്നെ കൊണ്ട് എന്ത് സാധിക്കും? പടച്ച തമ്പുരാന്റെ പള്ളി, അത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥലം, നമസ്കരിക്കുന്ന സ്ഥലം, നമസ്കാരത്തിൽ 5 വക്തും മലക്കുകൾ മാറി മാറി വന്ന് സംഗമിക്കുന്ന സ്ഥലം, പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ഓതുകയും ചെയ്യുമ്പോൾ മലക്കുകൾ വിട്ടൊഴിയാതെ അവിടെ താമസിക്കുന്ന സന്ദർഭം, ഇതൊക്കെയുള്ള മഹത്തായ കേന്ദ്രമാണ് അല്ലാഹുവിന്റെ ഭവനം എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ വീട്ടിലെ സ്വന്തം വീട് വെക്കുമ്പോ ഒന്ന് ചുരുക്കി പിടിച്ചോളൂ. നിങ്ങളുടെ മക്കളുടെ കല്യാണം എത്ര ആർഭാടത്തോടെ നടത്തുന്നു, ഒന്ന് ചുരുക്കി പിടിച്ചോളൂ. നിശ്ചിത ലക്ഷങ്ങൾ ഒന്ന് മാറ്റിവെച്ചാൽ നമുക്ക് അല്ലാഹുവിന്റെ ഭവനത്തിന് കൊടുക്കാം. നമ്മുടെ അതേപോലെ നമ്മൾ വാഹനം വാങ്ങുന്നു, നമ്മൾ മറ്റു പല അത്യാവശ്യങ്ങൾക്കും പെട്ടെന്നൊരു രോഗം വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു, മണിക്കൂറുകൾ കഴിഞ്ഞു, 1-2 ദിവസങ്ങൾ കഴിഞ്ഞു. അവിടുന്ന് നമ്മൾ പണമടക്കേണ്ടി വരുമ്പോ എത്ര ലക്ഷം അടക്കേണ്ടി വരുന്നു? ഇതൊന്നും നമുക്ക് പ്രശ്നമല്ലല്ലോ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ആത്മാർത്ഥമായി സദഖകൾ ചെയ്യുക, വലിയ വലിയ നിയ്യത്തുകൾ ഉണ്ടാവുക. അതെല്ലാം ജാരിയായ സദഖയായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ. മലക്കുകൾ ദുആ ചെയ്യും, പടച്ചവരെ കൊടുക്കുന്നവരെ പകരം കൊടുക്കണമേ. വഅഅതി മുംസികൻ തലഫ. കൊടുക്കാതെ അത് പിടിച്ചു വെക്കുന്നവൻ, എനിക്കതിന് വേണം, എനിക്കിതിന് വേണം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാതെ പരമാവധി പിടിച്ചു വെക്കുന്നവന് നാശം കൊടുക്കണമേ എന്ന് മറ്റൊരു മലക്കും ദുആ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്കെതിരെ പ്രാർത്ഥിക്കുന്ന മലക്കുകളുടെ ആ മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഇരയാകാതെ നമുക്ക് അനുകൂലമായി പ്രാർത്ഥിക്കുന്ന മലക്കുകളുടെ പട്ടികയിൽ നമുക്ക് ഇടം പിടിക്കാം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരവും നമ്മുടെ സദഖയും സകാത്തും ദാനധർമ്മങ്ങളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുറവുകൾ അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. 1-2 അറിയിപ്പുകളുണ്ട്.